എതിർത്താലും CPM ജനറൽ സെക്രട്ടറിയാകാനുള്ള കരുക്കൾ നീക്കി MA ബേബി അനുകൂലികൾ. കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് ഡവാളയെ പരിഗണനയിലില്ലെങ്കിലും കേരള ഘടകത്തിന്റെ എതിർപ്പ് ശക്തം. PB-യിലേക്കുള്ള ഒഴിവിൽ 2 വനിതകൾ പരിഗണിക്കപ്പെടുമ്പോൾ KK ശൈലജയെ ഒഴിവാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പിണറായിയും ടീമും. CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആരാകണമെന്ന ചർച്ച കൊഴുക്കുമ്പോൾ ബംഗാൾ ഘടകം കിസാൻ സഭ ദേശീയ പ്രസിഡന്റായ അശോക് ദവാളയ്ക്ക് വേണ്ടിയാണ് രംഗത്തെത്തുന്നത്. എന്നാൽ അശോക് ദവാളയെ കേരള ഘടകം ഒറ്റക്കെട്ടായി എതിർക്കുകയാണ്. MA ബേബിയുടെ പേരാണ് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉയർത്തിക്കാട്ടുന്നത്. കേരള ഘടകം ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളെ ബേബിക്ക് അനുകൂലമാക്കാനുള്ള കരുനീക്കവുമായി P രാജീവ് അടക്കമുള്ള ബേബി അനുകൂലികൾ സജീവമാണ്. ഇത് ഏറെക്കുറെ ഫലവത്താകുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതേസമയം എക്സാലോജി കേസിൽ പിണറായിയെ പിന്തുണച്ച് ഇന്ന് MA ബേബി ശക്തമായി രംഗത്തെത്തിയതിനു പിന്നിലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായിയുടെ എതിർപ്പ് ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതേസമയം ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ആയാൽ കേരള ഘടകത്തിൽ വീണ്ടും വിഭാഗീയത ശക്തമാകാനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ കേരളത്തിൽ പിണറായിക്കെതിരായ നീക്കത്തിന് ബേബിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ശക്തി പകരുമോ എന്ന ആശങ്ക പിണറായി പക്ഷത്തും ശക്തമാണ്. PB-യിൽ പിണറായി വിജയൻ ഒഴികെ ആർക്കും പ്രായപരിധി ഇളവ് വേണ്ടെന്ന തീരുമാനത്തിനാണ് സാധ്യത. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ, സുഭാഷിണി അലി, G രാമകൃഷ്ണൻ, സൂര്യകാന്ത് മിശ്ര എന്നിവരുടെ വിരമിക്കൽ പാർട്ടി കോൺഗ്രസ് ശരിവെച്ചാൽ 2 വനിതകളടക്കമുള്ളവർ PB-യിലേക്ക് എത്തും. എന്നാൽ കേരളത്തിൽ നിന്നുള്ള KK ശൈലജയുടെ പേര് പരിഗണിക്കാതിരിക്കാൻ ശക്തമായ നീക്കമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കേരളത്തിൽ CPM-ൽ നിന്ന് മുഖ്യമന്ത്രിയായവരൊക്കെയും PB അംഗങ്ങൾ ആയിരുന്നു എന്നിരിക്കെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശൈലജയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നത് ചെറുക്കുകയാണ് പിണറായിയുടെ പ്രധാന ലക്ഷ്യം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.